ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈം ആൻഡ് ചില്ലീസ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചെറുപഴവും ഈത്തപ്പഴവും കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. ദാഹവും വിശപ്പവും മാറ്റാൻ കഴിയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. അപ്പോൾ നമുക്ക് ഈ സ്മൂത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സ്മൂത്തി തയ്യാറാക്കാനായി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 5 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. 8 ഡേറ്റ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, അത് 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പഞ്ചസാര അധികം ഇടരുത്. ചെറുപഴത്തിനാണെങ്കിലും ഡേറ്റ്സിനാണെങ്കിലും നല്ല മധുരം ഉണ്ടാകും. നിങ്ങൾക്ക് അധികം മധുരം വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലാതെ തന്നെ ഇതിന് നല്ല മധുരം കാണും. പിന്നെ എടുത്തിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ 125 ml കപ്പിലാണ് പാൽ അളന്നെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുക, അതുകൊണ്ടാണ് ഇത്രയും പാല് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഒരു 5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. സ്മൂത്തി തയ്യാറാക്കാനായി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുരു കളഞ്ഞു വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നേരത്തെ എടുത്തു വെച്ചതിൽ നിന്നും പകുതി പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി അരച്ചെടുക്കണം. നമ്മുടെ ഡേറ്റ്സ് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും ചെറുപഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ബാക്കിയുള്ള പാലും കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായി അരച്ചെടുക്കണം. ഈത്തപ്പഴവും ചെറുപഴവും ഒരിക്കലും ഒന്നിച്ച് അരച്ചെടുക്കരുത്. അപ്പോൾ ഈത്തപ്പഴം നല്ലവണ്ണം അരഞ്ഞു കിട്ടില്ല. അതുകൂടാതെ പഴം നല്ലവണ്ണം അരഞ്ഞു പോയാൽ അധികം ടേസ്റ്റും ഉണ്ടാകില്ല. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഈ സ്മൂത്തി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനായി ഞാൻ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. കാണാനുള്ള രസത്തിന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച സ്മൂത്തി ഒഴിച്ചു കൊടുക്കാം. അതിനു മുകളിലൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ബനാന ഡേറ്റ്സ് സ്മൂത്തി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.